ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെയും ഇക്കാൻ്റെ വീട്ടിലത്തെയും ഫാമിലി ചേർന്നിട്ടൊരു നോമ്പ് തുറ കേട്ടോ. അപ്പോൾ ഉമ്മ ഇവിടെ സമൂസ പൊരിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാമ വന്നിട്ട് ഒരു സമൂസ കെടുത്തതൊന്നും കേട്ടോ. മാമനൊന്നും നോമ്പില്ല. മാമനെ ഞങ്ങൾ പിടിച്ചപ്പോൾ മാമൻ്റെ വയറ്റിൽ തന്നെ ഞങ്ങൾ നടക്കുന്നു കേട്ടോ. ക്യാമറയിട്ട് മാമൻ ഇനി അടുത്തത് എന്താ തിന്നാന്ന് നോക്കിയിട്ട് കേട്ടോ. പിന്നെ ഇക്ക അവിടുന്ന് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ ആ ഫ്രൂട്ട്സൊക്കെ ഒരു സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വർത്താനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. എൻ്റെ അടുക്ക് മാമിമാരും എല്ലാവരും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ടാലോ. താത്തൻ്റെ മോനും റൈഹാനെ കടയിൽ നിൽക്കുന്നു കേട്ടോ. ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ ഒരു മുഖം കണ്ടായിരിക്കും അവർക്കൊക്കെ നോമ്പാന്ന് കേട്ടോ. നോമ്പ് പിടിച്ച് ക്ഷീണിച്ച പോലെ ഇരിക്കുന്ന പോലെ. പക്ഷേ അവരാരും നോമ്പ് പിടിച്ചിട്ടില്ല. അവർ നല്ല കളി കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക കേട്ടോ. പിന്നെ അവിടെ ഇരുന്നത് എൻ്റെ ആരും ഒക്കെ കേട്ടോ. പിന്നെ വല്യമ്മക്കവിടെ അവർക്ക് കാറ്റ് കൊള്ളാറുണ്ട് പുറത്ത് പോയിക്കാം. എൻ്റെ അടുക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റൊക്കെ അയച്ച് കട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ അതിൻ്റെ അടുക്ക് മാമൻ വന്ന് വീണ്ടും ഒരു സമൂസ എടുത്ത് തിന്നാട്ടോ. അമ്മ എന്താ അറിയില്ല, സമൂസ കാണുമ്പോൾ തിന്നാൻ പൂതിയാകൊണ്ട് തോന്നുന്നത്. പിന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ നോമ്പ് തുറൻ്റെ ടൈമിലൊക്കെ അല്ലേ സമൂസ കൂടുതലും കഴിക്കാൻ പറ്റും. അല്ലാത്തപ്പോഴൊന്നും വീട്ടിലങ്ങനെ ഓൾറെഡി ആരും ഉണ്ടാക്കില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ചോറ് കൊണ്ടുവന്ന് പിന്നെ അവിടെ കൊണ്ട് വെച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും വെവ്വേറെ തന്നെ ആട്ടോ വെച്ചത്. കാരണം പെണ്ണുങ്ങൾക്ക് റൂമിൽ പായ വെച്ചിട്ട് ഞങ്ങൾ അവിടെ ആട്ടോ ഇട്ടത് ഫുഡ്. പിന്നെ ആണുങ്ങൾക്കൊക്കെ ടേബിളിൻ്റെ അവിടെയാണ് കേട്ടോ വെച്ചത്. അങ്ങനെ എല്ലാം സെറ്റാക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് എടുക്കുന്നതിലാട്ടോ. തുറന്ന് ആണുങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പം എൻ്റെ മുന്നേ മോളും താത്തൊക്കെ നിസ്കാരം ഓട്ടിലൊക്കെ കേട്ടോ. ഞങ്ങളതിൻ്റെ അടുക്ക് ഓരോരുത്തർ കഴിഞ്ഞ് നിസ്കരിക്കാൻ പോയിട്ടുണ്ട്. നിസ്കാരം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഓരോരുത്തരായിട്ട് നിസ്കരിക്കാൻ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ എല്ലാവരും നല്ല വർത്താനത്തിലൊക്കെ ആയി. എല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ വെളുപ്പി കൊണ്ടുവന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടോ. പിന്നെ എല്ലാവരും രാത്രിക്ക് പോകാനുള്ള ടൈം ആയതുകൊണ്ട് പിന്നെ വേഗം എല്ലാവരും കഴിച്ച് പോയച്ച്. ഒന്നാമതെന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്നതിന് മുന്നേ നമുക്ക് എല്ലാം കഴിക്കാൻ നല്ല പൂതിയായിട്ട്. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കൊന്നും വേണ്ട. എന്നൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പോയി ഫുള്ള് ക്ലീനിങ്ങിലായിട്ടോ.